ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള മിൽക്ക് മേഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മേഡ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അത് ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാം. അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നല്ല നാടൻ പശുവും പാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാല് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല നാടൻ പാല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാലിലും ചെയ്തെടുക്കാം. പക്ഷേ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏകദേശം ഒരു പാതി തിളച്ച് ഏകദേശം വറ്റി വരാറാകുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 300 ഗ്രാമോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കപ്പളവിലാണെങ്കിൽ 1.5 കപ്പോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് നല്ല പോലെ ചൂടായ സമയത്താണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല പോലെ തിളച്ച് വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇടയ്ക്ക് ലോ ഫ്ലെയിമിലും അതുപോലെ തന്നെ ഫുൾ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഞാൻ വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ അടുക്കി പിടിക്കാതെ നോക്കി ചെയ്യുക. ഇത് വറ്റുന്നതിനനുസരിച്ച് കുറുകി വരുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് പോകും. പെട്ടെന്ന് അത് അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് മേഡിന് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അപ്പം അത് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം കൂടി ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മിൽക്ക് മേഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കാണുന്നുണ്ടാവും. നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന മാതിരി നിങ്ങൾക്കത് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുന്ന സമയത്ത് നമ്മുടെ മിൽക്ക് മേഡ് റെഡിയായി വന്നതെന്നാണ് അർത്ഥം. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു തെരിതെരിപ്പ് പോലെ കാണുമോ, പക്ഷെ അത് തണുത്ത സമയത്ത്, അതായത് നമ്മുടെ മിൽക്ക് മേഡ് തണുത്ത സമയത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. നമുക്ക് നല്ല പോലെ സ്മൂത്തായിട്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.